കർണാടക ഉടുപ്പിയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആയിരുന്നു ഭാസ്കർ ഷെട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാൾക്ക് ഉടുപ്പിയിൽ മാത്രമല്ല സൗദി അറേബ്യയിലും ഒരുപാടധികം സൂപ്പർ മാർക്കറ്റുകളും മറ്റ് അനേകം ബിസിനസ്സുകൾ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതലായിട്ട് സൗദി അറേബ്യയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളും നോക്കി കൂടുതലും അദ്ദേഹം അവിടെ തന്നെയായിരുന്നു സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രാജേശ്വരിയാണ് നാട്ടിലെ എല്ലാ ബിസിനസ്സുകളും നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഉടുപ്പിയിലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സമുച്ചയമായിരുന്നു ദുർഗ ഇന്റർനാഷണൽ ഹോട്ടൽ എന്ന് പറയുന്നത്. അത്യാവശ്യം ഉടുപ്പിയിൽ എന്നല്ല കർണാടകയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഹോട്ടലായിരുന്നു ഈ ദുർഗ ഇന്റർനാഷണൽ. അത്യാവശ്യം നല്ല സമ്പദ് സമൃദ്ധിയുള്ള ഒരു ബിസിനസ്സുകാരനാണ്. നാട്ടിലെല്ലാം തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നാട്ടിൽ മാത്രമല്ല, നാട്ടിൽ പുറത്താണെങ്കിൽ പോലും അദ്ദേഹത്തിനെ കുറിച്ച് അനേകം പേർക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കുഴപ്പമില്ലാതെ നല്ലൊരു ജീവിതം നയിച്ചുകൊണ്ടുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഭാസ്കർ ഷെട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രാജേശ്വരി. അവരുടെ വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ടും അവർക്കൊരു കുട്ടിയില്ലായിരുന്നു. കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തു. എന്നിട്ടൊന്നും അവർക്കാണെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഒരു ഭാഗ്യം അവർക്കില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരാണെങ്കിൽ ഈ രാജേശ്വരി എന്ന് പറയുന്ന ആ സ്ത്രീ ഒരുപാടധികം അമ്പലങ്ങളും ജ്യോത്സ്യരെയൊക്കെ കാണുകയാണ്. അങ്ങനെ കുറെ അമ്പലങ്ങളിൽ ഭക്തിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന് തോന്നുന്നു അവർക്കൊരു കുട്ടി ജനിക്കുകയാണ്. അങ്ങനെ ഏറെ നാളത്തെ അവരുടെ കാത്തിരിപ്പിനൊടുവിൽ അവർക്കൊരു കുട്ടി ജനിക്കുകയാണ്, നവനീത്. അങ്ങനെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമായിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് നവനീതിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരും. പല അസുഖങ്ങളും വരുന്നുണ്ട്. ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ അധികം മാറാറില്ല. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും ആ അസുഖം വരികയാണ് പതിവ്. അപ്പൊ കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഈ രാജേശ്വരി തന്റെ മകന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് അവർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലായിരുന്നില്ല. അങ്ങനെ ഇവരാണെങ്കിൽ വീണ്ടും പഴയതുപോലെ ജ്യോത്സ്യത്തിലേക്കും മറ്റ് ക്രിയകള്, ഹോമങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കടക്കുകയാണ്. അങ്ങനെ അതിലൂടെ പോകുന്ന വഴിക്ക് അവർക്കൊരു കാര്യം മനസ്സിലായി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തന്റെ മകന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, തന്റെ മകന്റെ അസുഖത്തിന് ഒത്തിരി കുറവുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കിയാണ്. അങ്ങനെ ഇവരാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് കുട്ടിക്ക് സുഖമില്ലാതായ സമയത്ത് ഇവര് വീടിനടുത്തുനിന്ന് കുറച്ച് ദൂരമായിട്ടുള്ള, അതായത് ഒരു 36 കിലോമീറ്റർ ദൂരമായിട്ടുള്ള ഒരു ജ്യോത്സ്യരുടെ വീട്ടിലേക്ക് തന്റെ മകനെയും കൊണ്ട് പോവുകയാണ്. മകനെയും കൊണ്ട് പോയി അവിടുത്തെ ജ്യോത്സ്യരെ കാണിക്കാനും കാര്യങ്ങളൊക്കെ ഇതുപോലെ പറയണം. എന്റെ മകന് ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്, ഇങ്ങനെ വിട്ടുമാറാത്ത അസുഖവും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോ എന്റെ മകനെ ഒന്ന് നോക്കണം, എന്തെങ്കിലും ദോഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി തരണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ ജ്യോത്സ്യരായിട്ടുള്ള നിരഞ്ജൻ ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുകയാണ്. അങ്ങനെ അവർ ചെയ്യേണ്ട കുറച്ച് ക്രിയകളും കാര്യങ്ങള്, കുറച്ച് ദോഷം മാറാനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ നിരഞ്ജൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട് വന്ന രാജേശ്വരി ആ നിരഞ്ജൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ക്രിയകളും ഹോമങ്ങളും അങ്ങനെ ദോഷം മാറാനായിട്ട് ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ രാജേശ്വരി ചെയ്യുകയാണ്. അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ രാജേശ്വരിക്ക് ഒരു കാര്യം മനസ്സിലായി. തന്റെ മകന് ഒരുപാട് വ്യത്യാസമുണ്ട്, തന്റെ മകന് ഒരുപാട് മാറ്റമുണ്ട് എന്നുള്ളത് രാജേശ്വരി മനസ്സിലാക്കിയാണ്. നേരത്തെ തോണക്ക് ഒരുപാട് അസുഖവും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഒത്തിരി വ്യത്യാസം തന്റെ മകനായിട്ടുള്ള നവനീതിന് വന്നിട്ടുണ്ടെന്നുള്ളത് രാജേശ്വരി മനസ്സിലാക്കിയാണ്. അങ്ങനെ കൂടുതലായിട്ട് ഇവര് ഇടയ്ക്കിടയ്ക്ക് മകന് സുഖമില്ലാതായി കഴിഞ്ഞാൽ നേരെ ഇവര് ഹോസ്പിറ്റലിൽ പോകാതെ ഈ നിരഞ്ജന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നിരഞ്ജനുമായിട്ട് ഇവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം ഇവർക്ക് വരികയാണ്. ഈ നിരഞ്ജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 26 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായം. ഈ രാജേശ്വരി എന്ന് പറയുന്ന സ്ത്രീക്കാണെങ്കിൽ 46 വയസ്സുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മകനായിട്ടുള്ള നവനീതിന് 20 വയസ്സാണ് പ്രായമുള്ളത്. നവനീത് എന്ന് പറയുന്നത് 20 വയസ്സുണ്ടെങ്കിലും തന്റെ അമ്മ എന്താണോ പറയുന്നത് അത് മാത്രം കേൾക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നുവെച്ചാല് 20 വയസ്സിന്റെ ഒരു പ്രായമോ പക്വതയോ ഒന്നും ആ ഒരു പയ്യന് ഉള്ളതായിട്ട് അറിഞ്ഞ പോലും തോന്നുകയില്ല. കാരണം അതുപോലത്തെ ഒരു രീതിയിലാണ് രാജേശ്വരി നവനീതിനെ വളർത്തിക്കൊണ്ട് വന്നത്. ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയും അമ്മ പറയുന്നതിനപ്പുറത്തോട്ട് ഒന്നും തന്നെ കേൾക്കാത്ത അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നു. സ്വന്തം അച്ഛൻ പറയുന്നത് പോലും നവനീത് കേൾക്കുകയില്ല, എന്നാൽ അമ്മ എന്തു പറഞ്ഞാലും കേൾക്കുന്ന ഒരു പ്രകൃതമായിരുന്നു നവനീതിൻ്റെത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉടുപ്പി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രായമായ സ്ത്രീ വരികയാണ്. അവർ ചോദിക്കുകയാണ്, എന്തേ അമ്മ, എന്തു പറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ, എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യാനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ അമ്മയോട് ചോദിക്കുകയാണ്. അപ്പൊ ആ അമ്മ പറയുകയാണ്, എന്റെ പേര് ഗുണവി ഷെട്ടി എന്നാണ്. എന്റെ മകനായിട്ടുള്ള ഭാസ്കർ ഷെട്ടിയെ കുറച്ച് നാളായിട്ട് കാണുവാനില്ല. അവനാണെങ്കിൽ തനിച്ചൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്.
പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അത് എന്നെ വിളിക്കുകയോ കാണാൻ വരികയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കുകയോ ഫോണിൽ കിട്ടുന്നില്ല. അവ ഇടയ്ക്ക് വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗദിയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന്റെ പാസ്പോർട്ട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പാസ്പോർട്ട് മിസ്സായതുകൊണ്ട് അവന് സൗദിയിലേക്ക് പോകാൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെ പോകാൻ സാധിക്കാതെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ മകനാണെങ്കിൽ വിളിക്കുന്നേക്ക് നിന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴേ കിട്ടുന്നില്ല. കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു, ചിലപ്പോൾ അവനാണെങ്കിൽ എന്നെ തിരിച്ച് വിളിച്ചോളൂ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്നാൽ ഇത്രയും ദിവസമായിട്ട് അവൻ എന്നെ തിരിച്ച് വിളിച്ചില്ല. മാത്രമല്ല അവൻ സൗദിയിലേക്ക് പോയിട്ടില്ല. പോയിരുന്നെങ്കിൽ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയേനെ എന്ന് പറയുകയാണ്. അപ്പോൾ പോലീസുകാര് ഈ ഭാസ്കർ ഷെട്ടി എന്നുള്ള പേര് കേട്ടപ്പം എല്ലാവർക്കും ആളിനെ മനസ്സിലായി. കാരണം അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ആ നാട്ടിലെ ഒട്ടുമിക്ക VIPസിനും ഈ ഭാസ്കർ ഷെട്ടിയെ അറിയാം. മിനിസ്ട്രിയിലുള്ളവർക്കാണെങ്കിലും പോലീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും മറ്റും ഭാസ്കർ ഷെട്ടിയെ നന്നായിട്ട് അറിയാവുന്നതാണ്. കാരണം അത്രയ്ക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഭാസ്കർ ഷെട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോ പോലീസുകാർ പെട്ടെന്ന് തന്നെ കേസ് അന്വേഷണം ആരംഭിക്കുകയാണ്. ഇത്രയും ദിവസമായില്ലേ മിസ്സിംഗ് ആയിട്ട്. അപ്പം ഒരു മിസ്സിംഗ് കേസായിട്ട് തന്നെ ആ കേസിനെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അവർ പോലീസുകാർ അന്വേഷണം ആരംഭിക്കുകയാണ്. അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് ഈ അമ്മയടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അമ്മ പറയാണ്, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഈ ഭാസ്കർ ഷെട്ടിയുടെ ഭാര്യയായിട്ടുള്ള രാജേശ്വരിയും അവരുടെ മകനായിട്ടുള്ള നവനീതുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഭാസ്കർ ഷെട്ടി തനിച്ചൊരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. കുറച്ചു നാൾ മുൻപ് സൗദിയിൽ നിന്നും വന്നതിന് ശേഷം ഇവർ ഒന്നിച്ച് താമസിച്ചിട്ടില്ല. സൗദിയിൽ നിന്നും വന്ന ഭാസ്കർ ഷെട്ടി അവരുടെ തന്നെ ഹോട്ടലായിട്ടുള്ള ദുർഗ ഇന്റർനാഷണൽ ഹോട്ടലിലായിരുന്നു കുറച്ചു നാൾ താമസിച്ചിരുന്നത്. അവിടെ ചെന്ന് ഈ രാജേശ്വരിയും അവരുടെ മകനായിട്ടുള്ള നവനീതും കൂടി ചേർന്ന് എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ ഭാസ്കർ ഷെട്ടിയെ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയുണ്ടായി. അപ്പൊ അതിനുശേഷം ഭാസ്കർ ആണെങ്കിൽ തനിയെ ഒരു വീട് എടുത്ത് ആ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവർക്ക് ഒരുപാടധികം പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും അവർക്ക് താമസിക്കാവുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അപ്പം ഭാസ്കർ ഷെട്ടി എന്ന് പറയുന്നത് അയാളുടേതായിട്ടുള്ള മറ്റൊരു വീട്ടിൽ അയാൾ താമസിച്ചു വരികയായിരുന്നു. എന്നാൽ ദിവസവും അമ്മേനെ വിളിച്ച് സംസാരിക്കും. അതിലൊരു മുടക്കം വരുത്താത്ത ഒരു വ്യക്തിയായിരുന്നു. ദിവസവും വിളിച്ച് കാര്യങ്ങളൊക്കെ പറയും, വിശേഷങ്ങൾ തിരക്കിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഭാസ്കർ ഷെട്ടി വിളിക്കാതെയായി. എന്റെ മകൻ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നുള്ള കാര്യം പറയുകയാണ്. അപ്പൊ പോലീസുകാരാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് ഈ ഭാസ്കർ ഷെട്ടിയുടെ അമ്മയായിട്ടുള്ള ഗുണവി ഷെട്ടി പറയുകയാണ്, എനിക്ക് അധികം കാര്യങ്ങളൊന്നും അറിയത്തില്ല. രാജേശ്വരിയോട് ഒന്ന് തിരക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയും. എന്നോട് മകനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ രാജേശ്വരിയോടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളും തിരക്കിയാണെങ്കിൽ അറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ പോലീസുകാർക്ക് മറ്റൊരു സംശയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഇനി ഭാസ്കർ ഷെട്ടി ഇത്രയധികം ബിസിനസ് മാഗ്നറ്റ് ആണല്ലോ, ഇത്രയധികം ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ള നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ ഇനി ഭാസ്കറിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ എന്നൊരു ചെറിയ ഡൗട്ട് അവർക്ക് വരികയാണ്. കാരണം ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണോ താമസിക്കുന്നത്. അപ്പം അവിടെ നിന്ന് പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ഭാസ്കറിനെ തട്ടിക്കൊണ്ടുപോകാനും അതുപോലെ തന്നെ ചിലപ്പം ബ്ലാക്ക് മെയിൽ ചെയ്ത് എന്തെങ്കിലുമൊക്കെ മേടിക്കാനും ഒക്കെ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് ഈ ഗുണവി ഷെട്ടി പറയുകയാണ്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ കോളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരുപക്ഷെ രാജേശ്വരിയോട് കൂടുതലായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവും, രാജേശ്വരിയുടെ കൂടെ തിരക്കെന്ന് പറയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഭാസ്കറിന്റെ ഭാര്യയായിട്ടുള്ള രാജേശ്വരിയെ കാണുകയാണ്. രാജേശ്വരിയെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറയുകയാണ്, അതെ ഞങ്ങൾ ഇങ്ങനെ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അവസാനത്ത് കയ്യാങ്കളിയിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അതുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഭാസ്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് സൗദിയിലാണെങ്കിൽ മറ്റൊരു ഭാര്യയും ഒരു മകളും ഉണ്ട്. അപ്പം അതിന്റെ കാര്യങ്ങൾ ചൊല്ലി ഞങ്ങൾ തമ്മിൽ കുറച്ച് തർക്കവും കാര്യങ്ങളും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിലാണ് അന്ന് ഞങ്ങൾ പോയി സംസാരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് അന്ന് ആ അടി ഉണ്ടാവുന്നത് എന്നുള്ളത് ഈ ഭാസ്കറിന്റെ ഭാര്യയായിട്ടുള്ള രാജേശ്വരി പറയുകയാണ്. അപ്പൊ പോലീസുകാർക്ക് അത് കേട്ടിട്ട് അത്ര അങ്ങോട്ട് വിശ്വാസയോഗ്യമായില്ല. കാരണം എല്ലാം പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ പോലീസുകാർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് രാജേശ്വരിയെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിനു മുൻപായിട്ട് ഈ ഭാസ്കറിന്റെ പാസ്പോർട്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. അത് എവിടെ വെച്ചാണ് മിസ്സായെന്നുള്ളത് നോക്കുവാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്താണ് അന്ന് ഹോട്ടലിൽ വെച്ച് ആ പ്രശ്നം നടക്കുന്ന സമയത്താണ് ഈ പാസ്പോർട്ട് കാണാതെ പോയിരിക്കുന്നത്. അപ്പൊ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാണെങ്കിൽ ഒരുപക്ഷെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പാസ്പോർട്ട് എടുത്ത് മാറ്റിയിരിക്കുന്നത്. രാജേശ്വരിയുടെ മകനായിട്ടുള്ള നവനീതും ചേർന്നാണ് പാസ്പോർട്ട് എടുത്ത് മാറ്റിയിരിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് അവർക്ക് വരികയാണ്. ആ സമയത്ത് ഈ കേസ് അന്വേഷിക്കുന്നത് എക്സ് സൂപ്രണ്ട് പോലീസ് ഓഫ് മിസ്റ്റർ അണ്ണാമലയാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം തമിഴ്നാട്ടിലെ MP ആയിട്ടൊക്കെ മത്സരിക്കാൻ വേണ്ടി നിന്നൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ആ ഒരു പോലീസുകാരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ അണ്ണാമല എന്ന് പറയുന്ന പോലീസുകാരന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം എടുക്കുന്ന എല്ലാ കേസുകളും ജയിക്കാനാണ് സാധ്യത കൂടുതൽ. അദ്ദേഹം എടുക്കുന്ന എല്ലാ കേസുകളും അദ്ദേഹം തെളിയിക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ അണ്ണാമല എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആണെങ്കിൽ എടുത്തിട്ടുള്ള എല്ലാ കേസുകളും ഒരു 90% അദ്ദേഹം ആണെങ്കിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പോലീസ് അദ്ദേഹം തന്നെ
കൈകാര്യം ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കുന്ന സമയത്ത് ഈ രാജേശ്വരിയിൽ എന്തൊക്കെയോ ഒരു ചേഞ്ചും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കാണാനില്ലാത്തതിന്റെ ഒരു വിഷമോ സങ്കടമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല രാജേശ്വരിയിൽ. അപ്പം പോലീസുകാർക്കാണെങ്കിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഈ ഭാസ്കർ ഷെട്ടിയുടെ അമ്മ ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയതിനു ശേഷം കോടതി വഴി ഒരു കാര്യം പറയുകയാണ്. ഈ കേസിന്റെ പോക്ക് ശരിയല്ല, ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കും കാര്യങ്ങളും ശരിയല്ല, അവർ ഈ കേസിൽ സംതൃപ്തയല്ല എന്നുള്ള കാര്യം കോടതിയിൽ ഇവർ സമർപ്പിക്കുകയാണ്. അപ്പം അതിന്റെ പേരിൽ വീണ്ടും പോലീസുകാർക്ക് ഒരു പ്രഷർ കിട്ടുകയാണ്. കാരണം ഈ കേസ് ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റത്തില്ല എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാണ്. ഒന്ന്, നാടറിയുന്ന ഒരു ബിസിനസ്സുകാരനാണ്, ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല, ഒരു ചെറിയ തെളിവ് പോലും പോലീസുകാർക്കാണെങ്കിൽ ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഒന്നുകൂടെ പ്രഷറും കാര്യങ്ങളും വരികയാണ്. അങ്ങനെ ഈ കേസ് കൂടുതലായിട്ട് അവർ അന്വേഷിക്കുകയാണ്. കൂടുതൽ ഇവരാണെങ്കിൽ രാജേശ്വരിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു ഭർത്താവിനെ കാണാതായിട്ട് പോലും അതിൻ്റെതായിട്ടുള്ള വിഷമോ സങ്കടമോ കാര്യങ്ങളോ ആ ടെൻഷനോ ഒന്നും ഇല്ലാതെ വളരെ കൂളായിട്ടാണ് ഈ രാജേശ്വരിയുടെ മകനും നടക്കുന്നത്. അപ്പം കൂടുതലായിട്ട് ഈ രാജേശ്വരിയെ ഫോക്കസ് ചെയ്യുന്നത് മാത്രമല്ല, രാജേശ്വരി ഇവർ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാജേശ്വരിയെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്താണ് പോലീസുകാർ ഞെട്ടുന്ന ഒരു വിവരം അറിയുന്നത്. പോലീസുകാർ മാത്രമല്ല, ആ ഉടുപ്പിയിൽ തന്നെ ഇത്രയും ക്രൂരമായിട്ടൊരു കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ആൾക്കാർ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി. അതുപോലെ തന്നെ ഒരുപാട് പേര് നന്നായി ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ എത്തി. കാരണം വെച്ചാൽ അത്രയ്ക്കും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം മാത്രമല്ല, ആ കൊലപാതകത്തിന് ശേഷം ആ ഒരു ബോഡി ആണെങ്കിൽ നശിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു രീതി പോലും ആൾക്കാരിൽ ഭയമുണർത്തുന്ന ഒന്നായിരുന്നു. കാരണം ചിലരുടെയൊക്കെ വിശ്വാസത്തെ വെച്ചിട്ട് ചോദ്യം ചെയ്യുന്ന, വിശ്വാസത്തെ വെച്ച് മുതലെടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു ബോഡി നശിപ്പിക്കലാണ് അന്ന് അവിടെ നടന്നത്. അപ്പം രാജേശ്വരിയോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് രാജേശ്വരിയാണെങ്കിൽ ആദ്യമേ എതിർത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നവനീതിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. നവനീതും ആണെങ്കിൽ എതിർത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവരൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. അവസാനം പോലീസുകാരുടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറിയ സമയത്ത് രാജേശ്വരി സത്യങ്ങൾ പറയുകയാണ്. ഈ സത്യങ്ങൾ പറയാനും രാജേശ്വരി ആണെങ്കിൽ സംശയിക്കാനും മറ്റൊരു കാരണവും കൂടെ ഉണ്ട്. രാജേശ്വരി പറഞ്ഞിരുന്നുവല്ലോ പോലീസുകാരോട്, ഈ ഭാസ്കർ ഷെട്ടിക്ക് സൗദിയിൽ ഒരു ഭാര്യയുണ്ട്, അതിലൊരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ. യഥാർത്ഥത്തിൽ ഈ ഭാസ്കർ ഷെട്ടിക്ക് ആയിരുന്നില്ല ഇങ്ങനെ ഒരു അവിഹിതം ഉണ്ടായിരുന്നത്. ഈ അവിഹിതം ഉണ്ടായിരുന്നത് ഈ രാജേശ്വരി എന്ന് പറയുന്ന സ്ത്രീക്ക് തന്നെയായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ഈ 20 വയസ്സുള്ള മകനായിട്ടുള്ള നവനീതിന് ഇതിനെക്കുറിച്ചൊന്നും അറിയുകയില്ല. അപ്പം ഇത് ആരുമായിട്ടായിരുന്നു ഈ അവിഹിതം എന്നുള്ളത് കേൾക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത് തന്നെ. അങ്ങനെ ഈ കാര്യം ഭാസ്കർ ഷെട്ടിയുടെ അമ്മയും ഒരു ബന്ധുവും കൂടെ പോലീസുകാരുടെ അടുത്ത് പറയാണ്. അങ്ങനെയാണ് കൂടുതലും ഈ രാജേശ്വരിലേക്ക് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം താൻ ചെയ്ത തെറ്റ് തന്റെ ഭർത്താവിന്റെ തലയ്ക്ക് കൊണ്ടിട്ടിട്ട് ഭർത്താവിനെ ആണെങ്കിൽ കുറ്റക്കാരനാക്കാൻ നോക്കി എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ടാണ് കൂടുതലും രാജേശ്വരിലേക്ക് ഒരു ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് രാജേശ്വരി കൂടുതലും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യുന്നത്. അപ്പൊ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിൽ മനസ്സിലാവുകയാണ്, ഈ ഭാസ്കർ തനിയെ വീട്ടിൽ താമസിക്കുന്ന അവിടേക്ക് രാജേശ്വരിയുടെ മകനായിട്ടുള്ള നവനീതും കൂടെ ചെല്ലുകയാണ്. അപ്പൊ ചെല്ലുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ഭാസ്കർ ഷെട്ടി ഇല്ലാതാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഭാസ്കർ ഷെട്ടിക്ക് ഈ അമ്മയിലും മകനിലും വിശ്വാസമില്ലായിരുന്നു. കാരണം ഇവരെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഭാസ്കർ ഷെട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം പണം ദൂർത്തടിക്കുന്നതും അതുപോലെ തന്നെ ഈ രാജേശ്വരിക്കാണെങ്കിൽ മറ്റൊരു പുരുഷനുമായി ബന്ധമുള്ള കാര്യമൊക്കെ ഭാസ്കറിന് അറിയാവുന്നത് കൊണ്ടായിരുന്നു സൗദിയിൽ നിന്നും വന്നതിന് ശേഷം ഇവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കാതെ സെപ്പറേറ്റ് മാറി താമസിച്ചിരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയ ഭാസ്കർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ സ്വത്തുക്കളെല്ലാം, ഭാസ്കറിന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കളല്ല തന്റെ സഹോദരിയുടെ പേരിലും തന്റെ അമ്മയുടെ പേരിലേക്കും എഴുതി വെക്കുകയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിയ രാജേശ്വരി എങ്ങനെയെങ്കിലും ഈ ഭാസ്കറിനെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ എത്തുകയാണ്. അതിന് തന്റെ മകനെയും കൂട്ടുപിടിക്കുകയാണ്. കാരണം താൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തന്റെ മകൻ കേൾക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് തന്റെ മകനെ ഈ ഒരു കാര്യത്തിലേക്ക് കൂട്ടുപിടിച്ചത്. മാത്രവുമല്ല ഇവര് ഈ ഭാസ്കറിനെ കൊല്ലുന്നതിന് മുൻപ് തന്നെ നെറ്റിലൊക്കെ കയറി ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ രാജേശ്വരിയുമായിട്ട് അവിഹിതത്തിലിരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ഇവർക്കായിട്ട് പൂർണ്ണ പിന്തുണയും കൊടുക്കുകയാണ്. നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യും, ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവര് അവസാനം ഈ ഭാസ്കറിനെ കൊല്ലാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഭാസ്കർ തനിയെ താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ഭാസ്കറിന്റെ അടുത്ത് വഴക്കും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. അപ്പൊ ഭാസ്കർ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തന്റെ ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. നേരെ കയറി കുളിക്കുകയാണ്, കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരികയാണ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജേശ്വരി ഭാസ്കറിന്റെ അടുത്ത് ആവശ്യത്തിലധികമായിട്ട് വഴക്കും കാര്യങ്ങൾ ഇടുകയാണ്. അപ്പം അവസാന ഘട്ടത്തില് ഭാസ്കറും രാജേശ്വരിയോട് കയർത്ത് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ ഭാസ്കറിന്റെ മകനായിട്ടുള്ള നവനീത് എന്ന് പറയുന്ന പയ്യൻ
ഒരു ഇരുമ്പ് വടി കൊണ്ട് ഭാസ്കറിന്റെ തലയുടെ ബാക്കിൽ അടിക്കുകയാണ്. അത് ഒരു തവണയല്ല, പല തവണ അടിക്കുകയാണ്. അവസാനം അടി കൊണ്ട് ഭാസ്കർ നിലത്ത് വീഴുകയാണ്. നിലത്ത് വീണ ഭാസ്കറിന്റെ വായിലേക്ക് ബലം പ്രയോഗിച്ച് ഇവർ വിഷം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വിഷം ഭാസ്കറിനെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഭാസ്കറിനെ അവിടെ നിന്നും പിടിച്ച് താങ്ങി എടുത്തുകൊണ്ട് വന്ന് ബാത്റൂമിലെ ബാത്ത് ടബിൽ കൊണ്ടുവന്ന് കിടത്തിയതിനു ശേഷം വെള്ളം തുറന്നു വിടുന്നുണ്ട്. അങ്ങനെ കുറെ നേരം ഭാസ്കർ ആ വെള്ളത്തിൽ കിടന്ന് ശ്വാസത്തിന് വേണ്ടി പെടയുകയാണ്. അപ്പം ആ സമയത്ത് രാജേശ്വരി ആണെങ്കിൽ താനുമായിട്ട് അവിഹിതത്തിലിരിക്കുന്ന ആ ഒരു വ്യക്തിയെ കോൾ ചെയ്ത് വരുത്തുകയാണ്. അങ്ങനെ ആ വ്യക്തി വരികയാണ്. അത് ആരാന്ന് വെച്ചാല്, ഈ നവനീതിന് സുഖമില്ലാതായ സമയത്ത് ഒരു ജോൽസിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ രാജേശ്വരി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു ജോത്സ്യനാണ്, അതായത് 26 വയസ്സുള്ള ആ നിരഞ്ജൻ എന്ന് പറയുന്ന ആ ഒരു ജോത്സ്യനായിരുന്നു ഈ രാജേശ്വരിയുമായിട്ട് അവിഹിതത്തിലിരുന്നത്. എന്നാൽ ഇത് നവനീതിന് അറിയില്ല. കാരണം നവനീതിന്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ 26 വയസ്സുണ്ട് നിരഞ്ജന്, 46 വയസ്സുണ്ട് ഈ രാജേശ്വരിക്ക് എന്ന് പറയുന്നത്. നവനീതിനാണ് 20 വയസ്സ്. അപ്പം രാജേശ്വരിയുടെ ഒരു മൂത്ത മകന്റെ പ്രായമേ ഉള്ളൂ ഈ നിരഞ്ജൻ എന്ന് പറയുന്ന വ്യക്തിക്ക്. അപ്പം എന്തായാലും അങ്ങനെയുള്ള ഒരു വ്യക്തിയുമായിട്ട് രാജേശ്വരിക്ക് അങ്ങനെ ഒരു ബന്ധം വരുമെന്നുള്ളത് ഒരിക്കലും നവനീതാണെങ്കിൽ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ രാജേശ്വരി ആണെങ്കിൽ നവനീത് അറിയാതെ തന്നെ നിരഞ്ജനുമായിട്ട് ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതുവഴിയാണ് കൂടുതലും ഭാസ്കറിനോട് വെറുപ്പും കാര്യങ്ങളും തോന്നുന്നത്. കാരണം ഭാസ്കറിനാണെങ്കിൽ ഇത്രയും പ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഭാസ്കറിനേക്കാളും പ്രായം കുറഞ്ഞ കാണാനും സുന്ദരനായിട്ടുള്ള ഒരു പയ്യൻ തൻ്റെ അടുത്തേക്ക് വന്നപ്പം രാജേശ്വരി ആണെങ്കിൽ കൂടുതലും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ജോത്സ്യന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള വീടുകളും പല വാഹനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ ഭാസ്കർ അറിഞ്ഞ സമയത്താണ് തന്റെ ബിസിനസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ തനിക്ക് തൻ്റെതായിട്ടുള്ള ബാക്കിയുള്ള മുതലുകളെല്ലാം തന്നെ തന്റെ സഹോദരിയുടെയും അമ്മയുടെയും പേർക്ക് എഴുതി വെക്കുന്നത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് രാജേശ്വരി ആണെങ്കിൽ ഭാസ്കറിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഇവര് 3 പേരും കൂടെ ചേർന്നിട്ട് ഈ ഭാസ്കറിനെ വെള്ളത്തിന്റെ അതായത് ബാത്ത് ടബിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഭാസ്കർ അപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഭാസ്കറിന്റെ വാ ബലമായിട്ട് തുറന്ന് ബാക്കി ഉണ്ടായിരുന്ന വിഷവും കൂടെ ഭാസ്കറിന്റെ വായിലേക്ക് ഇവര് 3 കൂടെ ചേർന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഭാസ്കറിനെ എടുത്ത് കാറിന്റെ ഡിക്കിയിലേക്ക് ഇട്ടതിന് ശേഷം നേരെ ഈ ജോത്സ്യനായിട്ടുള്ള നിരഞ്ജന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം അവിടെ നിന്ന് ഒരു 36 കിലോമീറ്റർ ദൂരമുണ്ട് നിരഞ്ജന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്നതിന് ശേഷം ഈ ബോഡി ആണെങ്കിൽ എങ്ങനെയെങ്കിലും നശിപ്പിച്ച് കളയാം എന്നുള്ളൊരു കാര്യം ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അത് എങ്ങനെ നശിപ്പിക്കണം എന്നുള്ളതും ഇവർ നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരഞ്ജന്റെ വീട്ടിലേക്ക് പോവാണ്. നിരഞ്ജന്റെ വീട്ടിൽ ചെന്നതിന് ശേഷം ഈ ബോഡി കത്തിക്കാനാണ് ഇവർ തീരുമാനിച്ചത്. പക്ഷെ ഇത് കത്തിക്കുന്നത് തന്നെ ഒരു വെറൈറ്റി രീതിയിലാണ്. കാരണം സാധാരണഗതിയിൽ ഒരു ബോഡി കത്തിക്കുമ്പോഴത്തേക്ക് ഒരു മാംസം കത്തുന്ന സ്മെല്ലൊക്കെയാണ് പരിസരത്തൊക്കെ വന്ന് ഈ ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നിരഞ്ജനും നവനീതും ഈ രാജേശ്വരിയും കൂടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഹോമകുണ്ഡം അവിടെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഹോമകുണ്ഡത്തിന് നടുക്ക് ഈ ഭാസ്കരനെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അതായത് കൊന്ന് ആ ഭാസ്കരനെ കെട്ടി ആ ഹോമകുണ്ഡത്തിന് നടുക്കൊണ്ട് ഇരുത്തുകയാണ്. എന്നിട്ട് അതിന്റെ മേളിൽ വിറകും കാര്യങ്ങളും മറ്റു പൂജാദ്രവ്യങ്ങളും പുറത്തേക്ക് മനുഷ്യമാംസം കത്തിയാൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ അതിനകത്ത് കൊണ്ട് അവർ ഇടുകയാണ്. ഇവരവിടേക്ക് കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഈ ഭാസ്കറിന്റെ തന്നെ ഡ്രൈവറായിട്ടുള്ള രാഘവേന്ദ്രയാണ്. പക്ഷെ രാഘവേന്ദ്രയ്ക്ക് അറിയില്ല ഈ ഭാസ്കറിനെ കൊന്നാണ് കാറിൽ കൊണ്ടുപോകുന്നതെന്നും അവിടെ കൊണ്ടുപോയതിനു ശേഷം ആ ഹോമകുണ്ഡത്തിൽ ഇരുത്തിയിട്ട് ഭാസ്കറിനെയാണ് കത്തിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ രാഘവേന്ദ്രയ്ക്ക് അറിയില്ലായിരുന്നു. അപ്പൊ കാറിലിരിക്കുന്ന രാഘവേന്ദ്ര അവിടെ ഹോമം നടക്കുന്നതൊക്കെ കണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ നിന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മെല്ല് വരുന്നത്. അതായത് എന്തോ അമരുന്നതിന്റെ ഒരു സ്മെല്ല്, ഒരു പച്ച മാംസം കത്തുന്ന പോലത്തുള്ള ഒരു സ്മെല്ല് രാഘവേന്ദ്രയ്ക്ക് എടുക്കുകയാണ്. അപ്പൊ രാഘവേന്ദ്ര അവിടേക്ക് പോകുന്ന സമയത്ത് ഈ രാഘവേന്ദ്ര ആ റൂമിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നിരഞ്ജനും അതുപോലെ തന്നെ നവനീതും രാജേശ്വരിയും ഒക്കെ ആണെങ്കിലും ഈ രാഘവേന്ദ്രയോട് ചൂടാവുകയാണ്. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്ന്, നിന്നെ ആരെവിടേക്ക് ക്ഷണിച്ചത് എന്നൊക്കെ ചോദിച്ച് ചൂടാവുകയാണ്. അങ്ങനെ രാഘവേന്ദ്ര തിരിച്ച് വീണ്ടും കാറിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ടും രാഘവേന്ദ്രയ്ക്ക് അവിടെ ഇരിക്കാനായിട്ട് ഒരു മനസ്സ് വരുന്നില്ല. അങ്ങനെ വീണ്ടും രാഘവേന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് ആ റൂമിലേക്ക് തന്നെ ചെല്ലുകയാണ്. അപ്പൊ ഇത് ഹോമൊക്കെ കത്തി തീർന്ന് ഇവര് ബാക്കി വന്ന എല്ലും കഷ്ണമൊക്കെ ഇവരാണെങ്കിൽ എടുക്കുകയാണ് എവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ രാഘവേന്ദ്ര കയറി ചെല്ലുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തെ ഇവർക്ക് ഭയമായി. ഇവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവാതെ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അപ്പം രാഘവേന്ദ്ര പറയണം, ഞാൻ നിങ്ങളെ സഹായിക്കാം,
ഹോമത്തിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ എടുത്ത് വെളിയിൽ കളയാൻ വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്താ പറയുക, അവിടെ നിന്നിട്ട് എനിക്കുവാണെങ്കിൽ ഒരു വല്ലാത്ത മുഷിപ്പും കാര്യങ്ങളും തോന്നും. അതുപോലെ തന്നെ ഈ പച്ചമാംസം കത്തുന്ന ഇതേപോലെ സ്മെല്ലൊക്കെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞു കോഴി എങ്ങാണ്ടായിട്ട് കത്തിക്കുന്നതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഒരുമാതിരി ദുർഗന്ധം വരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞതിന് ശേഷം ആ ഹോമകുണ്ടം കത്തി തീർന്നിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളും നീക്കം ചെയ്യുകയാണ്. അപ്പൊ നീക്കം ചെയ്യുന്ന സമയത്താണ് രാഘവേന്ദ്ര കയ്യിൽ ഒരു കാലിന്റെ കഷ്ണം കിട്ടുന്നത്. അതൊരിക്കലും ഒരു കോഴിക്കാലിന്റെ കഷ്ണമായിരുന്നില്ല, ഒരു മനുഷ്യന്റെ എല്ലും കഷ്ണമായിരുന്നു അത് കിട്ടിയത്. എല്ലും കഷ്ണം കിട്ടിയ സമയത്ത് രാഘവേന്ദ്രൻ ഒരുപാട് ഭയപ്പെടുകയാണ്. ഭയപ്പെട്ട സമയത്ത് രാഘവേന്ദ്രയോട് ഇവർക്ക് ഇനി സത്യം തുറന്നു പറഞ്ഞാൽ പറ്റത്തോളം എന്നുള്ളൊരു നില എത്തിയത് കൊണ്ട് രാജേശ്വരി ആണെങ്കിൽ രാഘവേന്ദ്രയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. മാത്രമല്ല രാജേശ്വരി രാഘവേന്ദ്രയ്ക്ക് ഒരു വലിയ ഓഫർ തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് പുറത്തു പറയാതിരുന്നു കഴിഞ്ഞാല് രാഘവേന്ദ്ര അവരെക്കാലം നല്ല രീതിയിൽ തന്നെ നോക്കിക്കോളാം, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രാജേശ്വരി ചെയ്തോളാം എന്നുള്ളത് പറയാണ്. പിന്നെ നല്ലൊരു തുകയും ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് പോലീസുകാർക്ക് രാജേശ്വരിയെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത്. അങ്ങനെ നിരഞ്ജനെയും അതുപോലെ തന്നെ നവനീതിനെയും രാജേശ്വരിയും പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. ഡ്രൈവറായിട്ടുള്ള രാഘവേന്ദ്രയും പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ സത്യം മനസ്സിലായതിനു ശേഷം പോലീസുകാർ മൂവരെ അറസ്റ്റ് ചെയ്യാണ്. അതായത് നവനീതിനെയും നിരഞ്ജനെയും രാജേശ്വരിയും പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് കോർട്ടിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈ നിരഞ്ജനാണെങ്കിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ട് കാണിക്കാൻ തുടങ്ങിയപ്പം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് നിരഞ്ജൻ പറയുകയാണ് തനിക്കിത് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല, അതുകൊണ്ട് താനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് എന്ന് പറയാണ്. അങ്ങനെ നിരഞ്ജനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മനസ്സിലായെന്ന് വെച്ചാൽ നിരഞ്ജൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡയമണ്ടിന്റെ വജ്രത്തിന്റെ മോതിരമാണെങ്കിൽ വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു ആത്മഹത്യക്ക് വേണ്ടിയിട്ട്. അപ്പം അതായിരുന്നു ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ അത് നീക്കം ചെയ്യാണ്. മറ്റ് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിരഞ്ജൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയാണ്. ഈ കേസ് 5 വർഷമാണ് വാദിച്ച് മുന്നോട്ട് പോയത്. അങ്ങനെ 2021 ജൂൺ മാസം 8-ാം തീയതി ഈ 3 പേർക്കും ജീവപര്യന്തം ശിക്ഷ കോടതി വിധിക്കുകയാണ്. അങ്ങനെ ഈ ഡ്രൈവറായിട്ടുള്ള രാഘവേന്ദ്രയുടെ പേരിലൊന്നും പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. രാഘവേന്ദ്രയെ വെറുതെ വിടുകയായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ ഒരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മയുടെ എല്ലാ കാര്യത്തിനും കൂട്ടുനിന്ന് അമ്മയുടെ എല്ലാ കാര്യം അറിയാവുന്ന ഈ നവനീതിന് നിരഞ്ജനുമായിട്ട് അമ്മയ്ക്കുണ്ടായിരുന്ന ഈ അവിഹിതത്തിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ തന്നെ സ്നേഹിച്ചിരുന്ന, തന്നെ ഒരുപാടധികം വിശ്വസിച്ചിരുന്ന, തന്നെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന തന്റെ അച്ഛനെ ആണെങ്കിൽ ഈ നവനീതിന് മനസ്സിലാക്കാൻ പറ്റാതായി പോവുകയും ചെയ്തു. തന്റെ അമ്മയോടുള്ള സ്നേഹം നവനീതിന്റെ കണ്ണിൽ അതൊരു പുകമറയായിട്ട് നിൽക്കുകയായിരുന്നു. അത് കാരണം തന്റെ അച്ഛനോട് നവനീതിന് പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ലായിരുന്നു, ഒരു സ്നേഹവും ഇല്ലായിരുന്നു. തന്റെ അച്ഛൻ കാണിക്കുന്ന ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും തന്റെ അച്ഛന്റെ ആ ആത്മാർത്ഥതയും നവനീതിന് കാണാൻ പറ്റാതായി പോയി. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.